നമോ നമഃ. ഇന്ന് നമ്മൾ ഇഷ് ധാതുവിൻ്റെ ലട്ട് ലകാരത്തിലും അതുപോലെ ലങ് ലകാരത്തിലും ലിറിട്ട് ലകാരത്തിലുമുള്ള ക്രിയാപദങ്ങളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത ക്ലാസ്സിൽ ഈ ഇഷ് ധാതുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മുടെ അടുത്ത് വരാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ ഇച്ഛതി എന്ന ക്രിയാപദത്തെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഇച്ഛതി, അതിൻ്റെ ഭൂതകാലം, അതിൻ്റെ ഭാവി കാലം, അതുപോലെ ഇച്ഛാമി, ഇതെല്ലാം നമുക്കിന്ന് പഠിക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഇച്ഛതി, എന്താ ഇതിൻ്റെ മീനിങ്? ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഇച്ഛതി എന്ന് പറയുന്ന സമയത്ത് ആരാണ് ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ആരാണ് ആഗ്രഹിക്കുന്നത്? ഞാനുമല്ല നീയുമല്ല അല്ലാത്ത മറ്റ് ആളുകളാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബാലകഃ അല്ലെ, ബാലകഃ ഇച്ഛതി, ബാലകൻ ഇഷ്ടപ്പെടുന്നു. എന്തിനെ ഇഷ്ടപ്പെടുന്നു? പഠിക്കുവാൻ ഇഷ്ടപ്പെടുന്നു അല്ലെ. അപ്പോൾ എങ്ങനെയാ നമുക്ക് വാക്യം നിർമ്മിക്കുക? ബാലകഃ പഠിത്തും ഇച്ഛതി അല്ലെ, ബാലകൻ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇച്ഛതി എങ്ങനെയാണ് കൊടുത്തത്, അതിൻ്റെ വാക്യം എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായല്ലോ. ഒരിക്കൽ കൂടി പറയാം. ബാലകഃ പഠിത്തും ഇച്ഛതി, ബാലകഃ ഗന്തും ഇച്ഛതി, ബാലകൻ പോകുവാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു. രാമഃ വനം ഗന്തും ഇച്ഛതി അല്ലെ, രാമൻ വനത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു. സീത അപി ഗന്തും ഇച്ഛതി, സീതയും പോകുവാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ജനകഃ വിക്രയിതും ഇച്ഛതി അല്ലെ, അച്ഛൻ വിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. അധ്യാപകഃ പാഠയിതും ഇച്ഛതി, അധ്യാപകൻ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു. അതുപോലെ ശിശുഃ ഹസിതും ഇച്ഛതി, ശിശു ചിരിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെ ഇതിപ്പോൾ ആര് വേണമെങ്കിലും നമുക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടല്ലോ. ഹസിതും ഇച്ഛതി, പഠിതും ഇച്ഛതി, ലേഖിതും ഇച്ഛതി, ശ്രോതും ഇച്ഛതി, നർത്തിതും ഇച്ഛതി, സ്നാതും ഇച്ഛതി, ഗന്തും ഇച്ഛതി, അതുപോലെ ആലാപയിതും ഇച്ഛതി. മനസ്സിലാവുന്നുള്ളൂ. അപ്പൊ ഇതെല്ലാം തന്നെ മറ്റ് ആളുകൾ, അതായത് പ്രഥമ പുരുഷനിൽ പെടുന്ന വ്യക്തികൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ രാമഃ, കൃഷ്ണഃ, സീത, രമ, അതുപോലെ അങ്ങനെ കുറേ വ്യക്തികളെ നമുക്കിവിടെ ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ഈ ഇച്ഛതി എന്നത് മനസ്സിലായല്ലോ. എന്താണ് ഇതിൻ്റെ മീനിങ്? ഇഷ്ടപ്പെടുന്നു. ഇനി അടുത്തതായിട്ടാണ് ഇച്ഛാമി. അതും ഇഷ്ടപ്പെടുന്നു എന്ന് തന്നെയാണ്. പക്ഷേ ആരാണ് ഇഷ്ടപ്പെടുന്നത്? ഞാൻ അല്ലേ. അഹം ഇച്ഛാമി, അഹം പഠിതും ഇച്ഛാമി, ഞാൻ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. അഹം പാഠയിതും ഇച്ഛാമി, ഞാൻ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എഴുതുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പോകുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എല്ലാം തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? അഹം ഇച്ഛാമി, അഹം ഗന്തും ഇച്ഛാമി, അഹം ലേഖിതും ഇച്ഛാമി, അഹം ശ്രോതും ഇച്ഛാമി, അഹം ദ്രഷ്ടും ഇച്ഛാമി, ഞാൻ കാണുവാൻ ആഗ്രഹിക്കുന്നു. അഹം കർത്തയിതും ഇച്ഛാമി, ഞാൻ മുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. അഹം മേളിതും ഇച്ഛാമി, ഞാൻ മീറ്റ് ചെയ്യുവാൻ, കാണുവാൻ ആഗ്രഹിക്കുന്നു.
മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ആദ്യത്തെ ഇച്ഛതി എന്ന് പറയുന്ന സമയത്ത് മറ്റു വ്യക്തികൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് നമ്മൾ അവിടെ ഉപയോഗിച്ചത്. പക്ഷെ ഇച്ഛാമി എന്ന് പറയുന്ന സമയത്ത് ഞാൻ സ്വയം തന്നെ ചെയ്യുന്ന പ്രവൃത്തിയാണ് അവിടെ ഉപയോഗിച്ചത്. ഓക്കെ, ഇനിയിപ്പോ ഇവ രണ്ടും തന്നെ വർത്തമാനകാലമാണ്, ലട്ട് ലകാരത്തിൽപ്പെടുന്ന രൂപങ്ങളാണ്. ഇനി നമുക്ക് ഭൂതകാലത്തിൽ ലങ് ലകാരത്തിൽ ഈ ഇച്ഛതി എങ്ങനെ മാറും നോക്കാം. അപ്പോൾ ഇച്ഛതിയുടെ ഭൂതകാലമാണ് ഐച്ഛത്. എന്താണ് ഐച്ഛത്? ആഗ്രഹിച്ചു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നല്ല, നമുക്ക് ഭൂതകാല അർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ആ നേരത്തെ അതേ ഉദാഹരണം നമുക്കിവിടെ യോജിപ്പിക്കാം. ബാലകഃ പഠിതും ഐച്ഛത്. ബാലകൻ പഠിക്കുവാൻ ആഗ്രഹിച്ചു. ബാലകഃ ഗന്തും ഐച്ഛത്. ബാലകൻ പോകുവാൻ ആഗ്രഹിച്ചു. അധ്യാപകഃ പാഠയിതും ഐച്ഛത്. അധ്യാപകൻ പഠിപ്പിക്കുവാൻ ആഗ്രഹിച്ചു. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഐച്ഛത് എന്നതിൽ നേരത്തെയുള്ള പറഞ്ഞ എല്ലാ ഉദാഹരണങ്ങളും നമുക്ക് ചേർക്കാം. ലേഖിതും ഐച്ഛത്, ശ്രോത്തും ഐച്ഛത്, കർത്തയിതും ഐച്ഛത്, ദൃഷ്ടും ഐച്ഛത്. അപ്പൊ ഇത് ഈ ഐച്ഛത് എന്നത് പ്രഥമ പുരുഷനിൽ വരുന്ന ക്രിയാപദമാണ്, ഏകവചനമാണ്. അപ്പൊ നമുക്ക് ഒരു വ്യക്തിയെ മാത്രമേ ഇവിടെ എടുക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ പ്രഥമ പുരുഷൻ എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് രാമഃ, സീത, ബാലകൻ, അതുപോലെ അധ്യാപകൻ, ജനകഃ, മാതാ, അതുപോലെ അംബ, ജനനി, മിത്രം തുടങ്ങിയ പദങ്ങളെല്ലാം തന്നെ നമുക്ക് സ്വീകരിക്കാം. യുദ്ധം കർത്തും ഐച്ഛത്, അല്ലെ, യുദ്ധം ചെയ്യുവാൻ ആഗ്രഹിച്ചു. നമ്മുടെ ഭഗവത്ഗീതയിലെല്ലാം ഉള്ള ക്രിയാപദമാണ് ഈ ഐച്ഛത് എന്നത്. ഓക്കെ, ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ആഗ്രഹിച്ചു. അപ്പോൾ ഈ ഇച്ഛതി എന്നതിന്റെ ഭൂതകാല രൂപം എന്താണ്? ഐച്ഛത്. ഓക്കെ, ഇനി ഇതിന്റെ ഭാവി കാലം ലൃട്ട് ലകാരം ഏഷിഷ്യതി. എന്താണ്? ഏഷിഷ്യതി, ആഗ്രഹിക്കും, പഠിക്കാൻ ആഗ്രഹിക്കും. പഠിതും ഏഷിഷ്യതി, യുദ്ധം കർത്തും ഏഷിഷ്യതി, ലേഖിതും ഏഷിഷ്യതി, ഘാതിതും ഏഷിഷ്യതി, ഗന്തും ഏഷിഷ്യതി, ശ്രോത്തും ഏഷിഷ്യതി, ലേഖിതും ഏഷിഷ്യതി, ഹസിതും ഏഷിഷ്യതി, ശിശുഃ രോദിതും ഏഷിഷ്യതി. അല്ലെ, ശിശു കരയും, കരയാൻ ആഗ്രഹിക്കും. ഓക്കെ, ബാലകഃ ഗന്തും ഏഷിഷ്യതി, ബാലകൻ പോകുവാൻ ആഗ്രഹിക്കും. ബാലകഃ ഖാദിതും ഏഷിഷ്യതി, ബാലകൻ കഴിക്കുവാൻ ആഗ്രഹിക്കും. ബാലകഃ പരീക്ഷാം ലേഖിതും ഏഷിഷ്യതി, ബാലകൻ പരീക്ഷയെ എഴുതുവാൻ ആഗ്രഹിക്കും. മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ വാക്യങ്ങളെ നമുക്ക് കേവലം ക്രിയാപദത്തെ മാത്രം മാറ്റിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ എന്ന് പഠിച്ച ക്രിയാപദം ഏതാണ്? ഇച്ഛതി. രണ്ടാമത് ഇച്ഛാമി. മൂന്നാമത് ഐച്ഛത്. നാലാമത് ഏഷിഷ്യതി. അല്ലെ, ആഗ്രഹിക്കുന്നു, ആഗ്രഹിച്ചു, ആഗ്രഹിക്കും. ഓക്കെ, ധന്യവാദ.